നമസ്കാരം. പ്രധാന വാർത്തകളാദ്യം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ 6 മാസത്തെ അവധി അപേക്ഷ അംഗീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ. മേയറുടെ കാസ്റ്റിംഗ് വോട്ടും സ്വതന്ത്ര കൗൺസിലർ സുധീഷിന്റെ വോട്ടും ഉൾപ്പെടെ 51 വോട്ട് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കി. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF വീണ്ടും ഹൈക്കോടതിയിൽ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ. ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും കേരളം ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയില്ലെന്ന് PV അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയുടെ മറുപടി. പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന മലക്കം മുറിച്ചിലുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. UDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിമർശനവുമായി CPM. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 2ാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരൻ. മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ സലാം വധശ്രമക്കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി നിരാശാജനകമെന്ന് വിനോദിന്റെ കുടുംബം അപ്പീൽ നൽകും. നീറ്റ് പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്ത് പുനർജനിയിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തെളിവ് ഉണ്ടാക്കണോ എന്നും ചെന്നിത്തല. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്ലീൻ സിറ്റി എവിടെയെന്ന് ചോദ്യം. ഫുട്പാത്തിലൂടെ നടന്നാൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പാതയോരത്തെ ഫ്ലക്സുകളിലും കോടതിക്ക് അതൃപ്തി. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തിരുവനന്തപുരം കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും നാടകീയ രംഗങ്ങളും. യോഗ നടപടികൾക്കിടെ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. കൗൺസിലിലെ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കുക, കാപ്പ കേസ് പ്രതിയെ അയോഗ്യനാക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതിനിടെ കൗൺസിലർ ആർ സുഗതൻ അവധി അപേക്ഷ നൽകിയതായി മേയർ VV രാജേഷ് അറിയിച്ചു. 51 പേർ അവധി അപേക്ഷയെ പിന്തുണച്ചതിനാൽ അവധി അപേക്ഷ പാസാക്കിയതായും അദ്ദേഹം പറഞ്ഞു. പൗണ്ടുകളോ വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാസ്റ്റിംഗ് ഉൾപ്പെടെ വിനിയോഗിച്ചിരിക്കുന്നു. വാഴോട്ടുകോണ വാർഡ് കൗൺസിലർ സുഗതന്റെ വാഴോട്ടുകോണ വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പൗണ്ടുകടവ് വാർഡിൽ നിന്ന് വിജയിച്ച സുധീഷ് ആണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. സഹപ്രവർത്തകനായ ആർ സുഗതനെയാണ് താൻ പിന്തുണച്ചതെന്നും BJP അല്ലെന്നും സുധീഷ് പ്രതികരിച്ചു. സുഗതൻ വ്യക്തിപരമായി കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുധീഷ് പറഞ്ഞു. ആ കേസിലെ പ്രതിയെയും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതെന്നും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിൻ്റെ നിയമവഴിക്ക് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്റ്റഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ ഈ പറയുന്ന ഞാനെന്നാണ് എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് സഹായിക്കണമെന്നുള്ളതാണ്. അല്ലേ, സുഗതന്റെ ആവശ്യമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യം പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. ആ കേസിലെ പ്രതിയെയും അതിനെ നിയമം അറിയാതെയാണ് മേയർ പ്രവർത്തിക്കുന്നതെന്നും തീരുമാനം ചട്ടലംഘനമാണെന്നും UDF കൗൺസിലർ KS ശബരിനാഥൻ പ്രതികരിച്ചു. അല്ല, സുധീഷ് കുമാർ UDF-ന്റെ കൗൺസിലർ അല്ലല്ലോ. എവിടെ UDF സസ്പെൻഡ് ചെയ്ത് കളഞ്ഞല്ലോ. നമ്മളിതാ 20 ആളുകളുള്ളപ്പോൾ നമ്മൾ ഒരു സമരത്തിന് വരുന്ന ആളല്ലോ. UDF കൗൺസിലർ അല്ല അദ്ദേഹം BJP-യുടെ പ്രവർത്തിക്കുന്ന ആളാണ്. അത് UDF-ലില്ല, കോൺഗ്രസിലില്ല. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത പാവപ്പെട്ടൊരു കോൺഗ്രസ്സുകാരെ കരയുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഇപ്പോൾ നടന്ന ഈ പ്രഹസനത്തിനെതിരെയുള്ള നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ കണ്ട് ഇപ്പോൾ ഈ ഇല്ലാത്ത വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ലീവിനെതിരെയുള്ള പരാതി കൊടുക്കും. എന്നിട്ട് അതിനോടൊപ്പം തന്നെ സുഗതനെ 3 തവണ വരാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണം എന്നുള്ള
ശക്തമായ വിമർശനവുമായി LDFും രംഗത്തെത്തി. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്തും കാണിക്കുന്ന രൂപത്തിലേക്ക് ആരോടും ചോദിക്കാതെ, അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇത് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ആയിട്ട് എല്ലാ കൗൺസിലർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്തരം നീർന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ കണ്ടല്ലോ, ആ കെട്ടിടത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കകത്ത് ഞാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് അത് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF വീണ്ടും ഹൈക്കോടതിയിലെത്തി. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമ സംരക്ഷണം റദ്ദാക്കണമെന്നും BJP കൗൺസിലർമാരുടെ നടപടികൾക്കുള്ള സംരക്ഷണം മുനിസിപ്പാലിറ്റി നിയമത്തിന് വിരുദ്ധമാണെന്നും അപ്പീലിൽ പറയുന്നു. അധികാരമില്ലാത്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തുടക്കം മുതൽ അസാധുവെന്നും LDF പറയുന്നുണ്ട്. ഡിവിഷൻ ബെഞ്ചിലാണ് LDF അപ്പീൽ നൽകിയത്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിന്റെ വാദം തള്ളി കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകി. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാകും. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്ന് PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി മറുപടി നൽകി. ധാരണാപത്രം ഒപ്പിട്ടതിനാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി അറിയിച്ചു. PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പിന്മാറുകയോ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയോ ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം മാത്രമേ നഷ്ടമാകൂ എന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകി. പ്രത്യേക സാഹചര്യങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും വിദ്യാഭ്യാസ സഹമന്ത്രി അറിയിച്ചു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ രാജ്യത്തെ 27 സംസ്ഥാനങ്ങൾക്കും 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 3105.63 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് V ശിവദാസൻ MP ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് യാതൊരു തുകയും അനുവദിച്ചു കിട്ടാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണെന്നും പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല എന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കും. പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഫണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ തങ്ങളുടെ തലയിലേക്ക് കയറണ്ട എന്നും പദ്ധതിയിൽ നിന്നും പിന്മാറാമെന്ന കാര്യം ജോൺ ബ്രിട്ടാസിന് അറിയാമെങ്കിൽ അക്കാര്യം പിണറായി വിജയന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായവും വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് UDFൽ ചർച്ച നടന്നിട്ടില്ല. PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കാരണം ഇന്നലെ UDFൽ PM ശ്രീ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയെ എതിർത്തവർ ഇപ്പോൾ പദ്ധതി വാശിയോടെ നടപ്പാക്കുന്നുവെന്ന് മുൻമന്ത്രി VN വാസവൻ. PM ശ്രീ ഉയർത്തിയാണ് ലീഗ് അണികളെ പിടിച്ചു നിർത്തിയത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും തകർന്നുവെന്നും PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പ്രഖ്യാപിച്ചതെന്നും VM വാസവൻ പറഞ്ഞു. ഞങ്ങൾ വന്നാൽ ഇത് നടപ്പിലാക്കില്ലെന്നും ഈ പ്രോജക്റ്റ് തന്നെ അറബിക്കടലിൽ പിച്ച് ചീന്തുമെന്നുമെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നവരാണ് ഇന്ന് യഥാർത്ഥത്തിൽ മന്ത്രിസഭാ അംഗമായും മുഖ്യമന്ത്രിയുമായും എല്ലാം വന്നിട്ടുള്ളത്. അപ്പം അത്തരം ആളുകൾ അന്നതിനെ കടുത്ത വിമർശനത്തിന്റെ ഭാഷയിൽ കൊണ്ടുവന്നവരും ഞങ്ങൾ വന്നാൽ നടപ്പിലാക്കില്ലെന്നും പറഞ്ഞവർ ഇന്ന് യഥാർത്ഥത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ വെച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമ്പോൾ ആ ഉപസമിതി വെച്ചിരിക്കുന്നത് നടപ്പാക്കാതിരിക്കാനല്ല, നടപ്പാക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് മാത്രം ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അന്ന് ഇതിനു വേണ്ടി അറബിക്കടലിൽ പായിക്കുമെന്ന് പറഞ്ഞവരും പിച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നവരും നടപ്പാക്കില്ലെന്ന് പറഞ്ഞവരും എല്ലാം ഒത്തുചേർന്ന്
ഇന്നൊരേ സ്വരത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന PM ശ്രീ പദ്ധതി നടപ്പാക്കണമെന്ന് ആരാണ് സർക്കാരിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് കെ രാജൻ MLA. കേന്ദ്രത്തോട് കേരളം കാണിക്കുന്ന വിധേയത്വത്തിന്റെ തെളിവാണ് പദ്ധതിയിൽ ഒപ്പിടുന്ന നീക്കം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യസന്ധമായി ജനങ്ങളോട് കാര്യം വ്യക്തമാക്കണമെന്നും കെ രാജൻ പറഞ്ഞു. PMC പദ്ധതി നടപ്പിലാക്കണം എന്ന് ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇത് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഏതോ ഒരു സമ്മർദ്ദത്തിന് കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് മരിച്ച കേസിൽ പ്രതികളെ വെറുതെ വിട്ട് കോടതി. കൊലപാതകം നടത്തിയത് 2ാം പ്രതി അശോകനാണെന്നും അശോകൻ മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം മറ്റ് 2 കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പേർക്ക് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിലാണ് 1ാം പ്രതി ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കൃത്യം നടത്തിയത് 2ാം പ്രതി അശോകനാണ്. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാം, വനവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 16 കുറ്റങ്ങളിലായി 19 വർഷം കഠിന തടവും 7 മാസം തടവും പിഴയും വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 5 വർഷത്തെ ശിക്ഷ മാത്രം പ്രതികൾ അനുഭവിച്ചാൽ മതി. മരിച്ച വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൽ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപ വീതവും നൽകുവാനും കോടതി ഉത്തരവിട്ടു. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അയൂബ് ഖാൻ പത്തനാപുരമാണ് വിധി പ്രസ്താവിച്ചത്. 57 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. 15 പേർ വിചാരണ കാലയളവിനിടെ മരിച്ചിരുന്നു. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് 2001 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കുകയായിരുന്നു. സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ ലഭിച്ച ഉറപ്പുപ്രകാരം ലഭിക്കേണ്ട ഭൂമി ലഭ്യമാവാതിരുന്നതോടെയാണ് 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 19 പോലീസ് നടപടിക്കിടയിലാണ് കോൺസ്റ്റബിൾ വിനോദും ആദിവാസി യുവാവ് ജോഗിയും കൊല്ലപ്പെട്ടത്. കേസിലെ 1ാം പ്രതിയായിരുന്നു M ഗീതാനന്ദൻ. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനും പിന്നീട് CBIക്കും വിടുകയായിരുന്നു. എറണാകുളത്തായിരുന്ന വിചാരണ ഹൈക്കോടതി ഉത്തരവിട്ട് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. CBIക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്, പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ TM റഷീദ്, VG ലൈജു എന്നിവരാണ് ഹാജരായത്. അമൃത ന്യൂസ്, വയനാട്. മുത്തങ്ങ കേസ് വിധിയിൽ നിരാശ പ്രകടിപ്പിച്ച് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സോടെയാണ്. നീതി ലഭിച്ചില്ലെന്നും വിധിയിൽ അപ്പീൽ പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. മുത്തങ്ങയിൽ പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട കേസിലെ വിധിയിൽ നിരാശയെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബം. കേസിന്റെ നടത്തിപ്പിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചു. വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സുമായെന്ന് വിനോദിന്റെ സഹോദരനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു പറഞ്ഞു. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സമൂഹത്തിൻ്റെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിധി ഞാൻ നമ്മുടെ കേരള പോലീസിനും അതുപോലെ തന്നെ കേരളത്തിലെ സമൂഹത്തിനും സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളെ ഒക്കെ ആലോചിച്ചിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയാനുള്ളത്. നീണ്ട 23 വർഷം കേസിലെ വിധിക്കായി കാത്തിരിക്കേണ്ടി വന്നു. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിന്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മഹൂതിയാണെന്നും സമരത്തിനിടെ കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി ലഭിക്കണമെന്നും സഹോദരൻ പറഞ്ഞു. സർക്കാർ അപ്പീൽ നൽകുന്നില്ലെങ്കിൽ വ്യക്തിപരമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റിട്ടയർഡ് ASP കൂടിയായ ബാബു പറഞ്ഞു. അമൃത ന്യൂസ്, കണ്ണൂർ. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി.
കാലാവസ്ഥാ വകുപ്പ് നാളെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുകാർ ഉറപ്പാക്കണം. ഇതോടെ പാടശേഖരം മുതൽ റേഷൻ കടകൾ വരെയുള്ള ധാന്യ നീക്കം സമ്പൂർണ്ണമായും സർക്കാർ നിരീക്ഷണത്തിലാകുമെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണവും മില്ലുകളിലേക്കുള്ള കയറ്റി അയക്കലും സുതാര്യമാക്കാനും അഴിമതി തടയാനുമാണ് ലോറികളിൽ GPS ട്രാക്കിംഗ് സംവിധാനമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പാടശേഖരത്തിൽ നിന്ന് എടുക്കുന്ന നെല്ല് എടുത്ത് പോകുന്ന ലോറികളിൽ, അതായത് മില്ലുകളിലേക്ക് പോകുന്ന ലോറികൾ ഇനി GPS സിസ്റ്റം, അപ്പോൾ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാകും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. മോഡേണൈസേഷൻ്റെയും ഇതുപോലെയുള്ള പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയുള്ള ഒരു സുതാര്യമായ പൊതുവിതരണ ശൃംഖലയെ പടുത്തുയർത്തുക എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. സംസ്ഥാനത്ത് അരിവില കുതിക്കുന്നു. കേരളത്തിലേക്ക് അരി എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തവണ ഗണ്യമായ നിലയിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് അരിവില ഉയരാൻ കാരണമായത്. 1 കിലോ അരിക്ക് 6 രൂപ മുതൽ 10 രൂപ വരെയാണ് വർദ്ധിച്ചത്. ഉൽപ്പാദനക്കുറവ് മൂലമുള്ള പ്രശ്നമായതിനാൽ അരിവില ഇനിയും ഉയർന്നേക്കും. മലയാളിക്ക് ചോറുണ്ണാൻ അരി നൽകുന്ന കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ പ്രധാന നെല്ലുൽപാദന സംസ്ഥാനങ്ങളിൽ ഈ സീസണിൽ വിവിധ കാരണങ്ങളാൽ നെല്ലുൽപാദനം കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മറ്റ് സംസ്ഥാനങ്ങളിലെ നെൽവിലയിലുണ്ടായ വർധനവാണ് അരിവില കൂടാൻ പ്രധാന കാരണമായതെന്ന് പറയുന്നു. അയൽ സംസ്ഥാനത്തെ കർഷകരിൽ പലരും ഈ സീസണിൽ കൃഷി ഇറക്കിയിരുന്നില്ല. അപ്പോൾ അവിടെ നെല്ലിൻ്റെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പം അവിടെ എക്സ്പോർട്ടും വന്നു. നെല്ലിൻ്റെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പം പ്രൊഡക്ഷൻ വളരെ കുറവായി. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡിമാൻഡായി. അപ്പോൾ 500 രൂപയ്ക്ക് വെച്ചാൽ 200 രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ അരിയും, സുരേഖ, ജയ, മട്ട, കുറുവ എല്ലാ അരിയും വില കൂടുതല. ഈവൻ പച്ചരി വരെ എല്ലാ മാർക്കറ്റും കൂടുതല. അതെല്ലാം ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ, തമിഴ്നാട്, കർണാടക, ഇപ്പം ഗുജറാത്ത്, എല്ലാ സ്റ്റേറ്റിലും വില കൂടുതലാണ്. ഒരു സ്റ്റേറ്റിലും വില കുറവാണ്. നിലവിൽ എല്ലാത്തരം അരിക്കും മൊത്തവിലയിൽ 6 രൂപ മുതൽ 10 രൂപ വരെ കൂടിയിട്ടുണ്ട്. 45 രൂപയുണ്ടായിരുന്ന ഉണ്ടയരി 50 കടന്നു. ആന്ധ്ര ജയ, കുറുവ, സുരേഖ എന്നിവയ്ക്കും സമാന രീതിയിൽ വില കൂടിയിട്ടുണ്ട്. സർക്കാർ ഇടപെടൽ നടത്തിയാലും വിപണിയിൽ അരി ലഭ്യമല്ലാത്തതിനാൽ വില എങ്ങനെ കുറയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത് പൈസ കൊടുത്താലും ആന്ധ്രയിൽ അരി ഇല്ല എന്നുള്ളതാണ്. അത് പൊതുവിപണിയിൽ ഇടപെടാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തണം. 6 രൂപ തൊട്ട് 10 രൂപയുടെ വ്യത്യാസമുണ്ട്. ഹോൾസെയിലാണ് 10 രൂപ. സ്വാഭാവികമായിട്ട് റീറ്റെയിൽ ഒരു 4 രൂപ അത് പ്രതിഫലിക്കുമല്ലോ, ഓരോ വണ്ടിക്കൂലിയും മറ്റേതൊക്കെ അനുസരിച്ച്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സാധനം ഉണ്ടാവില്ല. നിലവിൽ അരിക്ക് വില കൂടുമ്പോഴും കേരളത്തിൽ സംഭരിക്കുന്ന നെല്ലിന്റെ വില കൂടിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. സപ്ലൈകോ വഴി മൊത്തസംഭരണമായതിനാൽ പൊതുവിപണിയിൽ ഈ നെല്ല് ലഭിക്കാറില്ല. അടുത്തിടെയുണ്ടായ പാചകവാതകത്തിന്റെ വിലവർദ്ധനവ് നമുക്ക് ഹോട്ടൽ ഭക്ഷണം അപ്രാപ്യമാക്കിയിരിക്കുകയാണ്. പലരും വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഹോട്ടലിൽ നിന്ന് മാറി ഭക്ഷണം കഴിക്കുന്നത് മാറി തന്നെത്താനെ പാചകം ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അരിവിലയും കൂടിയിരിക്കുന്നത്. ഓണ സമയമാണ്. എന്നാൽ നമുക്ക് അരി തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അടുത്തുള്ള സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ അരി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നിലവിൽ തന്നെ ഹോൾസെയിൽ രംഗത്ത് തന്നെ ഏതാണ്ട് 6 രൂപ മുതൽ 10 രൂപ വരെ കൂടിയിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വേണ്ടത്ര രീതിയിൽ തന്നെ ഇടപെട്ടാൽ മാത്രമേ ഓണക്കാലത്ത് ഈ ഒരു വിലക്കയറ്റം നമുക്ക് പിടിച്ചു തരാൻ കഴിയുള്ളൂ. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. കടലിലേക്ക് വീണ്ടും യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ ഇറങ്ങാനിരിക്കെ മികച്ച മത്സ്യലഭ്യത എന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. എന്നാൽ മോശം കാലാവസ്ഥയും കടലിലെ മുന്നറിയിപ്പുകളും അവരുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങൾ വീണ്ടും സജീവമാകുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് പുറപ്പെടും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും ഇന്ധനം നിറയ്ക്കലും ഭക്ഷണ സാധനങ്ങൾ കയറ്റുന്നതുമടക്കമുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനം സംരക്ഷിക്കാനാണ് എല്ലാ വർഷവും 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത്. മത്തി, അയല, ചെമ്മീൻ ഉൾപ്പെടെ നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മികച്ച മത്സ്യലഭ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തവണ യന്ത്രവൽകൃത ബോട്ടുകൾക്കും സമൃദ്ധമായ മത്സ്യലഭ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. എന്നാൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകളും ഏറെയാണ്.
പണ്ട് ചാകരയെന്ന് പറയാമായിരുന്നു. ആ സമയം കഴിഞ്ഞു പോയി. കരിക്കാടി പണി എന്ന് പറയാൻ പൂവാലം പണി എന്നൊരു ചാകര പണിയായിരുന്നു. ജൂലൈ മാസമൊക്കെ നല്ല കരിക്കാടി പണി നടക്കേണ്ട, കരിക്കാടി കഴന്തൻ ഇങ്ങനെയുള്ള പണി നടക്കേണ്ട സമയത്താണ് നമ്മൾ ബോട്ട് കര കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം 7, 8, 10 ലക്ഷം രൂപ വരെ ഓരോ ബോട്ടുകൾക്ക് ചിലവാകും. പിന്നെ ഇത് ഈ സീസണാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. സംസ്ഥാനത്തെ വിവിധ തീരമേഖലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും കടലിലെ പ്രതികൂല സാഹചര്യങ്ങളും മത്സ്യബന്ധനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിലെ കാലാവസ്ഥയാണ് പുതിയ സീസണിന്റെ ഗതി നിർണ്ണയിക്കുക. കടൽ അനുകൂലമായാൽ സമൃദ്ധമായ മത്സ്യലഭ്യതയും മികച്ച വരുമാനവും ലഭിക്കുമെന്നാണ് ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതീക്ഷ. എന്നാൽ മോശം കാലാവസ്ഥയും കടൽക്ഷോഭവും തുടർന്നാൽ ആദ്യ യാത്രകൾ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതോടെ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കും. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യസുരക്ഷയ്ക്കാണ് പ്രഥമ മുൻഗണനയെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കാനുള്ള ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാമെന്ന അനുമതി നൽകുകയും ചെയ്തു. ദയാവധം തയ്യാറാക്കാനുള്ള പ്രോട്ടോകോൾ നടപ്പാക്കിയ ശേഷം തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഈ സമിതിക്ക് നായ്ക്കളെ കൊല്ലുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാം. ദയാവധത്തിനായുള്ള ഷെൽട്ടറുകൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. അതേസമയം 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കുകയും ലൈസൻസ് നൽകുകയും ചെയ്യാനാണ് പദ്ധതി. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനായുള്ള മാനദണ്ഡങ്ങളും തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടികളുമായി മുന്നോട്ടു പോകേണ്ട എന്ന നിർദ്ദേശം DGPക്ക് നൽകി. അതേസമയം ജയിലുകളിൽ രാത്രി മുതൽ തൂഫാന്റെ ഭാഗമായി റെയ്ഡുകൾ നടന്നുവരികയാണെന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും സമരങ്ങളുണ്ടായി. വിവിധ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെയും സമരങ്ങളാണ് നടന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ കേസുകൾ കേരള പോലീസ് എടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുഷാർ ഗാന്ധി, അതോടൊപ്പം തന്നെ ധാരാളം പ്രമുഖരായ വ്യക്തികൾ മുഖ്യമന്ത്രിക്കും എനിക്കും കത്തുകൾ നൽകിയുണ്ടായി. പല കേസുകളിൽ FIR എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ FIRലും ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന നിർദ്ദേശം ഞാൻ DGPക്ക് നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ മിൽമയുടെ നെയ് വേണ്ടെന്ന് തീരുമാനിച്ച് ദേവസ്വം ബോർഡ്. ആരോപണം ഉയരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമലയിൽ മിൽമയുടെ മായം കലർന്ന നെയ്യ് എത്തിച്ചതായുള്ള ആരോപണം ഉയരുന്നതിനു മുമ്പ് തന്നെ ശബരിമലയിലേക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടെന്ന തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായി പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. മിൽമ സപ്ലൈ ചെയ്ത നെയ്യിൽ ദോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ പരിശോധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോപണം വരുന്നതുവരെ മിൽമയുടെ നെയ്യുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ടായിരുന്നില്ല. ഉപയോഗിച്ച നെയ്യുടെ ഗുണനിലവാരം എങ്ങനെ പരിശോധിക്കാനാവും? ഇനി മുതൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിക്കും. നെയ്യ് ശുദ്ധീകരിക്കാൻ ബോർഡിന് ശബരിമലയിൽ പ്ലാന്റ് ഉണ്ട്. അധികം നെയ്യ് വേണ്ടി വന്നാൽ മറ്റു വഴികൾ തേടാനാണ് തീരുമാനം. ഇക്കാര്യത്തിലടക്കം വിഷയത്തിൽ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബേക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷൻ മാവൂർ റോഡ് കാലിക്കറ്റ് ടവറിൽ വെച്ച് നടന്നു. അഫ്സലിയ ബേക്കറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ബേക്ക് കെയർ ചെയർമാൻ മക്ബൂൽ ടെൽറ്റ ബേക്കറി ഉദ്ഘാടനം ചെയ്തു. ബേക്ക് കെയർ കൺവീനർ ജുനൈസ് AK മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് നോർത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ S. ലസിക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ വ്യവസായ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ AV ഗായത്രി വ്യവസായ വകുപ്പിൽ നിന്നും ബേക്കറി സംരംഭകർക്ക് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. തൃശൂർ ചേലക്കരയിൽ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു.
കുറുമല സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ ചേലക്കര പഴയ പള്ളിക്ക് സമീപമാണ് അപകടം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടന്റെ വാഹനം പച്ചക്കറികൾ കയറ്റി എതിരെ വന്ന വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ കുട്ടനെ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. 5000-ലേറെ വിജയികൾക്ക് സമ്മാനങ്ങളുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ 2026 ഓണം സമ്മാന പദ്ധതിയായ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ സ്കീം പ്രഖ്യാപിച്ചു. ഹൃദയമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ചടങ്ങിൽ ലോഗോ അനാച്ഛാദനം ചെയ്തു. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ, CEO കിരൺ വർഗീസ്, ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ഓണം സമ്മാന പദ്ധതിയിലൂടെ 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ ഉൾപ്പെടെ 5000-ലേറെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പിട്ടാപ്പള്ളിയിൽ ഷോറൂമുകളിൽ നിന്ന് ഏത് ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിനും ഈ സ്കീമിൽ പങ്കെടുക്കാം. ശബരിമലയിൽ വിതരണം ചെയ്ത മിൽമ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശം. മിൽമ നെയ്യ് ശബരിമലയിൽ വേണ്ടെന്ന് തീരുമാനിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ശബരിമലയിൽ വിതരണം ചെയ്ത മിൽമ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥരുടെ പങ്കും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും മറ്റ് നടപടികൾ. ഇനി മിൽമ നെയ്യ് ശബരിമലയിൽ വേണ്ട എന്നാണ് തീരുമാനം. നെയ്യ് തികഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തവണ പുറത്തുനിന്ന് നെയ്യ് വാങ്ങില്ല. മിൽമ നെയ്യുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഏതായാലും വിജിലൻസ് SP ചുമതലപ്പെടുത്തുന്നത് 4-5 കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. എന്തെങ്കിലും കരാർ നടപടികൾ നമ്മളുമായിട്ടുള്ള കരാറിനകത്ത് കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനകത്ത് മോശപ്പെട്ട നെയ്യ് വന്നെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ, ഫുഡ് സേഫ്റ്റി പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, പിന്നെ ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിജിലൻസ് SP അന്വേഷിച്ച് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2011 മുതൽ 2016 വരെയുള്ള ഓഡിറ്റ് നടപടികൾ തയ്യാറാക്കാൻ ഓഡിറ്റ് അദാലത്ത് നടത്തും. മിൽമ വിതരണം ചെയ്ത നെയ്യ് വഴിമധ്യേ മാറ്റി ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിച്ചതിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് മിൽമ നെയ്യ് വേണ്ടെന്ന ബോർഡ് തീരുമാനം. ശബരിമലയിൽ മിൽമയുടെ വ്യാജ നെയ്യ് എത്തിക്കാൻ മിൽമ ഉദ്യോഗസ്ഥരെ ദേവസ്വം ജീവനക്കാർ സഹായിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗാസയിൽ ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സമാധാന പദ്ധതിക്ക് ഹമാസ് സമ്മതിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരായുധീകരണം പൂർത്തിയായാൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വെളിപ്പെടുത്തി. കെയ്റോയിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കാൻ സമ്മതിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ്. സമാധാന ചർച്ചകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സവും അതായിരുന്നു. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞ ട്രംപ് ഒടുവിൽ ഗാസയിൽ പുതിയ പലസ്തീൻ ഗവൺമെന്റ് ഭരണമേറ്റെടുക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ കരാറെന്ന് വിശേഷിപ്പിച്ചു. കരാറിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സേനയുടെ സുരക്ഷാ ചുമതല, ഗാസയുടെ പുനർനിർമ്മാണം, പുതിയ പലസ്തീൻ ഭരണകൂടത്തിന്റെ രൂപീകരണം എന്നിവ നടക്കും. ശാശ്വതമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇതൊരു മഹത്തായ ചുവടുവയ്പ്പാണ്. ഗാസ നിവാസികൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് പുതിയ പലസ്തീൻ പോലീസ് സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇസ്രായേലിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഹമാസിനും ഇസ്രായേലിനും പരസ്പരം നിരീക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഒരു 3-ാം കക്ഷി സമിതി സ്വതന്ത്രമായി കാര്യങ്ങളുടെ പുരോഗതി വിലയിരുത്തും. ട്രംപിന്റെ കരാർ പ്രഖ്യാപനം വന്നെങ്കിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ പരാതിക്കാരുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അമൃത TVക്ക് ലഭിച്ചു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യവും 2 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും അടക്കം ചാറ്റിലുണ്ട്. യുവതിയോട് പ്രതികൾ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായുള്ള പോലീസിന്റെ അപേക്ഷ കോടതി ശനിയാഴ്ച പരിഗണിക്കും. നവജാത ശിശു വിൽപ്പന സംഘത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയ അസം സ്വദേശിനിയായ യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ് പുറത്തുവന്ന വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ. യുവതി കുട്ടിയെ നൽകിയാൽ 2 ലക്ഷം രൂപ പ്രതിഫലം നൽകാമെന്നതാണ് പ്രധാന വാഗ്ദാനം. യുവതിക്ക് കോട്ടയത്തെത്താൻ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു നൽകാമെന്നും ചാറ്റിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ യുവതിയുടെ സ്കാനിംഗ് റിപ്പോർട്ടും ആവശ്യപ്പെടുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ആരോഗ്യനിലയും സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായാണ് റിപ്പോർട്ട് തേടിയിരുന്നത് എന്നാണ് നിഗമനം. എന്നാൽ റിപ്പോർട്ട് അടങ്ങിയ ബാഗ് ട്രെയിനിൽ വെച്ച് മോഷണം പോയി എന്നാണ് യുവതി നൽകിയിരുന്ന മറുപടി. പ്രതിയായ അർജുൻ്റെ ഫോണിൽ നിന്നാണ് അസം സ്വദേശിനിയുമായി ചാറ്റ് നടത്തിയിരുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹിന്ദി സംസാരിക്കുന്നതിന് വശമില്ലാത്ത അർജുൻ നിലവിൽ പോലീസ് നിരീക്ഷണത്തിലുള്ള യുവതിയുടെ സഹായത്തോടെയാണ് ചാറ്റ് ചെയ്തിരുന്നത്.
നിലവിൽ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫോൺ കോളുകൾ, ബാങ്ക് ഇടപാടുകൾ തുടങ്ങിയവ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികൾ തൊടുപുഴയിൽ വെച്ച് ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തലിലും തുടർ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള പോലീസിന്റെ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, കോട്ടയം. മഴ തുടങ്ങിയതോടെ കാസർഗോഡ് നീലേശ്വരത്തെ FCI ഗോഡൌൺ പരിസരവും അനുബന്ധ റെയിൽവേ ട്രാക്കും ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ അഴുകിച്ചീഞ്ഞ് നാറുന്നു. അസഹനീയമായ ദുർഗന്ധം ആയിരങ്ങളായ യാത്രക്കാരെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള ഗുഡ് ഷെഡ് റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. നീലേശ്വരത്ത് FCI ഗോഡൌണിലേക്ക് ഗുഡ്സ് ട്രെയിനുകളിൽ നിന്ന് അരി കയറ്റിറക്ക് നടത്തുന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോം പ്രദേശം വൃത്തിഹീനമായിട്ട് ഒരു മാസത്തോളമായി. മഴ തുടങ്ങിയതോടെ കയറ്റിറക്കിനിടെ താഴെ വീണ അരിയും ഗോതമ്പും കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ അഴുകിയാണ് ദുർഗന്ധം വമിക്കുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനെത്തുന്ന യാത്രക്കാർക്കും പരിസരവാസികളിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ധാന്യാവശിഷ്ടങ്ങൾ അഴുകിയുള്ള ദുർഗന്ധം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഈ FCI ഗോഡൌണിൻ്റെ വരുന്ന ദുർഗന്ധം. ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി നടത്തുമ്പോൾ, ഇറക്കുമതി നടത്തുന്ന സമയത്ത് അത് പുറത്തേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി അത് നനഞ്ഞ് കുതിർന്ന് അത് ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണത്. ഇവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് വരുന്ന കുത്തനും യാത്രക്കാരുടെ ദേഹത്ത് വന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ചൊറിച്ചലിനും ഇടയാക്കുന്നുണ്ട്. സംഭവം പലതവണ FCI അധികൃതരുടെയും റെയിൽവേയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശുചീകരണ നടപടികളില്ല. ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കി മലിനജലം തളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്വദേശി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ജൂലൈ 25-ാം തീയതി ഉച്ചയോടെയാണ് ഗീതുവിനെ പനിയെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ പരിശോധിച്ച് മരുന്ന് നൽകി മടക്കി അയച്ചു. പിന്നീട് രാത്രി 9 മണിയോടെ ശരീരവേദനയും പനിയും കൂടി വീണ്ടും ആശുപത്രിയിലെത്തി. വേദനയ്ക്കുള്ള കുത്തിവയ്പ് എടുത്ത ശേഷം ഗീതുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അല്പസമയത്തിനു ശേഷം ശ്വാസതടസ്സം അനുഭവപ്പെട്ട ഗീതു പുലർച്ചെ 2:30 മരിച്ചു. ആരോഗ്യസ്ഥിതി വഷളായിട്ടും പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ലെന്നും മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും ഗീതുവിന്റെ ഭർത്താവ് ജോമോൻ പറഞ്ഞു. ശരീരവേദന കൂടി കഴിഞ്ഞപ്പം ഞാൻ നേഴ്സിനോട് പോയി പറഞ്ഞു, പിന്നെ വല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറഞ്ഞൊന്നുമില്ല, ഭയങ്കര വേദനയാണെന്നും പറഞ്ഞ് കരയുക എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇഞ്ചക്ഷൻ എടുത്തിട്ട് 1/2 മണിക്കൂർ പോലും ആയില്ലല്ലോ, അത് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ ആഴ്ചയുടെ കഴിയട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു എന്നോട് പറഞ്ഞു. അതും ഞാൻ പോയി പറഞ്ഞു. അന്നേരം സിസ്റ്റർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അന്നേരം എല്ലാം ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണോ, ശരീരവേദന കുറവൊന്നുമില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചോദിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ദുരവസ്ഥ ഇനി മറ്റാർക്കും ഉണ്ടാകരുതെന്നും മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗീതുവിന്റെ അമ്മ ഗീത ആവശ്യപ്പെട്ടു. പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ വലിയ ആശുപത്രികളിൽ പോയി, ഞങ്ങളുടെ കുഞ്ഞു പോയി, ഇനി ആർക്കും ഇങ്ങനെ വരരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ നിൽക്കുന്നത്, അതുങ്ങളവിടെ ആര് സമാധാനം പറയും? ഇപ്പം ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് അതുങ്ങൾ കളിച്ച് നടക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പ്രകാരമാകും. അമൃത ന്യൂസ്, ഇടുക്കി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിർണായക വഴിത്തിരിവ്. തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെട്ട റിജോയെ ഇന്ന് രാവിലെ 4.5 ഗ്രാം MDMA-യുമായി ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന 2 യുവതികളടക്കം 3 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 29-ാം തീയതി രാത്രിയാണ് കൊച്ചി മരട്ടിൽ നിന്ന് യുവാവിനെ ഒരു സംഘം കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയെന്ന വിവരം മരട് പോലീസിന് ലഭിക്കുന്നത്. സംഭവം കണ്ടുനിന്ന ഒരു ഡെലിവറി ബോയ് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തട്ടിക്കൊണ്ടുപോകൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന റിജോയ് ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇവരിൽ നിന്നും 4.5 ഗ്രാം MDMA-യും കണ്ടെടുത്തു. റിജോയിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ആരാണെന്നും സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നും കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്.
സംഭവത്തിൽ ലഹരിക്കടത്തടക്കം മറ്റ് ക്രിമിനൽ ബന്ധങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അന്വേഷണം പൂർത്തിയായ ശേഷമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അമൃത ന്യൂസ്, കൊച്ചി.